ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആക്ച്വലി ഇന്ന് പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. SSC CGL GD CHSL MTS RRB ഗ്രൂപ്പ് D NTPCക്കായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. UPSC സിവിൽ സർവീസസിൻ്റെ ബാച്ച് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതും നോക്കിയിട്ട് ഇതിലേതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എന്നോട് പറയാവുന്നതാണ്. ആദ്യം തന്നെ എക്സാമിനെ കുറിച്ച് പറയാം. SSC CGL എന്ന് പറയുന്നത് SSC കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച എക്സാമുകളിൽ ഒന്നാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേഷനാണ്. അതായത് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആയിരിക്കണം. ഏജ് ഇൻ ബിറ്റ്വീൻ 18 to 32 ആയിരിക്കും. വേരീസ് ബൈ പോസ്റ്റ്. ചില പോസ്റ്റിനനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില പോസ്റ്റിന് 30 ആയിരിക്കും ഏജ് ലിമിറ്റ്, ചിലതിന് ഇപ്പോൾ 32 ആയിരിക്കും. അങ്ങനൊരു വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷനും അവിടെ റിസർവേഷനുള്ള കുട്ടികൾക്ക് കിട്ടും. സാലറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് 45,000 എന്നാണ്. അത് 1.4 lakh വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഡിപ്പെൻഡ്സ് അപ്പോൺ പെർക്സ് ആൻഡ് അലവൻസസ് ഒക്കെ കിട്ടുന്ന പോസ്റ്റിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. എക്സാമിൻ്റെ പാറ്റേൺ ടയർ 1 പ്രിലിംസ്, ടയർ 2 മെയിൻസ്, ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. CGLന് ഇപ്പോൾ ഇൻ്റർവ്യൂസ് അങ്ങനെ ഉണ്ടാവാറില്ല. CGLന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 12th ലെവൽ CHSL അറ്റൻഡ് ചെയ്യാം, 10th ലെവൽ GD അറ്റൻഡ് ചെയ്യാം, 10th ലെവൽ MTS അറ്റൻഡ് ചെയ്യാം. കാരണം CGLൻ്റെ സിലബസും ബാക്കി 3 സിലബസും ഓൾമോസ്റ്റ് നല്ലൊരു സിമിലാരിറ്റി ഉണ്ട്. ആൻഡ് CGL ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കോർ പോർഷൻസും പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12th ലെവൽ എക്സാമും 10th ലെവൽ എക്സാമും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. യു വിൽ ബി ഏബിൾ ടു ക്രാക്ക്. അങ്ങനെ ഒരു ഉപയോഗം കൂടി ഇവിടെ ഉണ്ട്. SSC CHSL എന്ന് വെച്ചാൽ 12th ലെവൽ എക്സാമാണ്. ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് 12th പാസ് ആവണം. അത്ര മാത്രമേ ഉള്ളൂ. 12th ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഏജ് ലിമിറ്റ് 18 തൊട്ട് 27 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. സാലറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് 20,000 ആണ്. പെർക്സ് ആൻഡ് അലവൻസസ് ഒക്കെ എക്സ്ട്രാ ബോണസും ബെനിഫിറ്റ്സ് ഒക്കെ വേറെയും കിട്ടും. പോസ്റ്റ് LDC, DO, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ CGLും CHSLും രണ്ടും സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്കുള്ള സെലക്ഷൻ ഇത് ത്രൂ ആണ്. സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്കുള്ള സെലക്ഷനാണ്. അടുത്തതും സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള സെലക്ഷൻ തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്കുള്ള സെലക്ഷൻ തന്നെയാണ്. SSC GD എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ, അതായത് CRPF, BSF അതേപോലത്താണ്. ഇപ്പോൾ CGLനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ CGL ഇപ്പോൾ നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ്, CBI, NIA പോലത്തെ വളരെ മികച്ച സർവീസുകളിൽ നിങ്ങൾക്ക് പോയിട്ട് ജോബ് ചെയ്യാം. CHSL ക്രാക്ക് ചെയ്താലോ എഗെയിൻ LDC, DO, പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. GD ക്രാക്ക് ചെയ്താലോ BSF, CRPF പോലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്കുള്ള സെലക്ഷനാണ്. 10th ക്വാളിഫിക്കേഷൻ മാത്രം മതി. 10th പാസ്സാണെങ്കിൽ GD അറ്റൻഡ് ചെയ്യാം. ഏജ് ലിമിറ്റ് 18 to 23. ഏജ് റിലാക്സേഷൻ അവിടെ ഉണ്ട്. സാലറി സ്റ്റാർട്ടിങ് തന്നെ ഓൾമോസ്റ്റ് 22,000. അത് ഡിപ്പെൻഡ് ചെയ്യും. പോസ്റ്റ് ആൻഡ് പെർക്സ് ആൻഡ് അലവൻസസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിന് റിട്ടേൺ എക്സാം, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. SSC MTSO മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS എന്ന് പറയുന്നത് 10th ലെവൽ എക്സാമാണ്. ഏജ് ലിമിറ്റ് 18 to 25 ആണ്. ചില പോസ്റ്റ് അനുസരിച്ച് അത് വേരി ചെയ്യും. സാലറി ഓൾമോസ്റ്റ് 18,000 to 56,000. പെർക്സ് ആൻഡ് അലവൻസസ് ഡിപ്പെൻഡ് ചെയ്യും. ക്ലറിക്കൽ പോസ്റ്റാണ് ഇത് കൂടുതലും. ഇതിൽ നിങ്ങൾ ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ CGLൻ്റെയും CHSLൻ്റെയും GDയുടെയും MTSൻ്റെ സിലബസിൽ ഓൾമോസ്റ്റ് നല്ല സിമിലാരിറ്റി ഉണ്ട്. CGL എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതിൻ്റെ സിലബസ് പ്രോപ്പറായിട്ട് നിങ്ങൾ കവർ ചെയ്തെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് CHSLനും GDക്കും MTSനും ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. CGLാണ് ഏറ്റവും അധികം കുട്ടികൾ പ്രിപ്പയറും സാധാരണ ചെയ്യുന്നത്. അതാകുമ്പോൾ ബാക്കിയുള്ള 3 എക്സാമും അറ്റൻഡ് ചെയ്യും. കാരണം CGL ഡിഗ്രി ലെവൽ എക്സാമാണ്, ഏറ്റവും ടഫായിരിക്കും. ശേഷമുള്ള CHSL 12th ലെവൽ എക്സാമാണ്. തൊട്ട് താഴേക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി ഉണ്ടാവുക. അതിന് താഴെയുള്ള SSC GDയും MTSും 10th ലെവൽ എക്സാമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കോമ്പറ്റീഷനും കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി ടഫ്നെസ്സിലും കുറവുണ്ടാവും. CGL ഇപ്പോൾ അത്രയും ടഫായിരിക്കില്ല. GDയും MTSും പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെറും 499 rupees മാത്രം മന്ത്ലി ഫീസ് വരുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ചാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് RRB NTPCയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. RRB NTPC എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ്. എലിജിബിലിറ്റി 12th പാസ്സായിരിക്കണം. ചില പോസ്റ്റിന് ഗ്രാജുവേഷൻ റിക്വയർഡ് ആണ്. ഓക്കെ, ഏജ് ലിമിറ്റ് 18 to 33. ഓക്കെ, സാലറി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്, അതായത് ഗ്രാജുവേറ്റ് അല്ല അതിന് താഴെയാണെങ്കിൽ UG പോസ്റ്റ് ആണെന്നാണെങ്കിൽ 19,900 to 21,700. പെർക്സ് ആൻഡ് അലവൻസസ് മാറ്റർ ചെയ്യും. ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണെന്നാണെങ്കിൽ ഇപ്പോൾ ഇമാജിൻ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണെന്നാണെങ്കിൽ 25,500 to 35,400. സാലറി അവിടെയും ഡിപ്പെൻഡ് ചെയ്യും. ക്ലറിക്കൽ പോസ്റ്റ്, ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റൻറ്റ്, ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ അതുപോലത്തെ നല്ല സർവീസാണ് ആക്ച്വലി. RRB ഗ്രൂപ്പ് Dയെ കുറിച്ച് പറഞ്ഞെങ്കിൽ 10th പാസ് അല്ലെങ്കിൽ ITI റെക്കഗ്നൈസ്ഡ് ആണെന്നാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ടെന്നാണെങ്കിൽ യു ക്യാൻ. ഏജ് ലിമിറ്റ് 18 to 33. സാലറി 18,000 to 56,900. ട്രാക്ക് മെയിൻറ്റെയിനർ, ഹെൽപ്പർ, അസിസ്റ്റൻറ്റ്, പോയിൻറ്റ്സ്മാൻ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല
പോസ്റ്റിലേക്കുള്ള സെലക്ഷനാണ്. ഇനി നമ്മുടെ ബാച്ചിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലോ, നമ്മുടെ ബാച്ച് ഡെയിലി റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും, ക്ലാസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും, മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും, പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. ഞാൻ തന്നെയാണ് ഡയറക്റ്റ്ലി മെൻറ്ററായിട്ട് ഉണ്ടാവുക, എൻ്റെ തന്നെ ഒരു ഡയറക്റ്റ് അസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. സിലബസ് കവറേജ്, ഫുൾ സിലബസ് കവറേജ് ഉണ്ടാവും. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ KUIAF നമ്മൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ഒരു ഓഫീസ് ഡെസ്കൊക്കെ നമുക്ക് അലോട്ട് ചെയ്തിട്ട്, വിർച്വൽ ഓഫീസ് ഡെസ്കൊക്കെ അലോട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓഫീസ് അഡ്രസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ KUIAF, ഓഫീസ് നമ്പർ 306, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ. സോ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് KUIAF എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ. അവിടെ നമുക്ക് ഒഫീഷ്യലി ഒരു റെക്കഗ്നേഷൻ ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫീസ് വരുന്നത് മന്ത്ലി 499 റുപ്പീസ് മാത്രമാണ്. ഒരു കുഞ്ഞ് ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ കംപ്ലീറ്റ് ഗൈഡൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു വിഷ് ടു ജോയിൻ ദ ബാച്ച് ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫീ പേ ചെയ്തിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.